അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമാക്കുന്നതിന് 2 പോയിന്റുകളുണ്ട്. ഒന്ന് ഇന്നത്തെ സന്ദേശത്തിൽ പറയാം, ഒന്ന് നാളത്തെ സന്ദേശത്തിൽ പറയാം. ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് മത്തായിയുടെ സുവിശേഷം 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരം എന്താ? ഈശോ എന്താ പറഞ്ഞു നോക്കിയേ? യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയായിപ്പോയത്. കാര്യം, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഡിവൈഡ് ഓഫ് മൈ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്. കാര്യം പുള്ളി അസസ് ചെയ്തിട്ടേ, കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ്. ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം. ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണിയൊടിച്ച് നടക്കണത്. എല്ലാ കുഷ്ഠരോഗികളുടെയും ഒരു മണി ഉണ്ടാകുമല്ലോ. കുഷ്ഠരോഗി വരുന്നെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോകണം. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സില്ല, നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല, ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തിൽ. എന്തിലും നീ വാടിപ്പോകരുത്. എന്താണ്? ഒരാളുടെ മനസ്സുണ്ടായാൽ മതി, നിന്റെ ദൈവത്തിന് നീ ജീവിക്കും. അപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പറയാൻ ഉള്ള ആർജവത്വം ഉണ്ടാവണം. ഈ കുഷ്ഠരോഗിയെപ്പോലെ എന്താണ് അങ്ങേക്കും അത് ഹൃദയത്തെ, ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ. അതാണ് ഉടനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിട്ടല്ലേ, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനുള്ളവനാകുക. ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സിലാഞ്ഞതിന് തൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ, അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന. ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നീ ജീവിക്കും, ഞാൻ ജീവിക്കും. അപ്പം ധൈര്യമായിരിക്കണം. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് രഞ്ജിത, ഇതെൻ്റെ ഭർത്താവ് സന്ദീപ്, ഇതെൻ്റെ കുട്ടി വിഹാൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 19/12/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഭർത്താവ് മുഖേനയാണ്. അപ്പോൾ ഭർത്താവിന് ബ്ലോക്കിലാണ് ജോലി. അപ്പോൾ അവിടുത്തെ സാറുമാർ പത്രം നൽകുകയും അതിനെപ്പറ്റി അറിയുകയും ഞാൻ പിന്നെ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനെ ലഭിക്കണം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇവിടെ വരാനുള്ള കാരണം. അപ്പോഴേക്കുമാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു വാർത്തയായി എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നു. 18-ാം തീയതി വൈകുന്നേരം വന്നു, 19-ാം തീയതി പുലർച്ചെ തന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, വയറുവേദന, നടുവേദന, ബ്ലീഡിങ്, അങ്ങനെ കുറേ ഇഷ്യൂസായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമുണ്ടാവില്ല, ചെറിയ രീതിയിലൊക്കെ സ്പോട്ടിങ് അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ കയറി.
അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ശരി, ഞാൻ എന്തായാലും ഇത് ഉടമ്പടിയിൽ വന്നതല്ലേ, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു. അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന് ഉള്ള വിശ്വാസമൊക്കെ പോയി. ഇവിടെ വന്നില്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ബ്ലീഡിങ്ങും കാര്യങ്ങളും കുട്ടീനെ ഉള്ളതും പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. ഫുള്ള് പോകുന്ന വഴിയിൽ ഫുള്ള് വൊമിറ്റിങ്ങും ബാക്ക് പെയിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി നേരെ പോകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നത്, ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിൽ പോകൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി കണ്ടീഷൻ മോശമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് എക്ടോപിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പിറ്റേ ദിവസം അത് സ്കാൻ ചെയ്തു. അപ്പോൾ എക്ടോപിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് സർജറി ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ എല്ലാവരും പല രീതിയിലും കുറ്റപ്പെടുത്തി, ഇവിടെ വന്നിട്ടായിരിക്കും പോയത്, അങ്ങനെ പല വിമർശനങ്ങളും ഞാൻ നേരിട്ടിരുന്നു. എന്നാലും അതിലൊന്നും ഞാൻ തളർന്നില്ല. ഞാൻ പ്രാർത്ഥനയും മുന്നോട്ട് പോയി. എന്തായാലും ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു, ഇനിയും മുന്നോട്ട് തന്നെ ജീവിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കിതിലൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരി എനിക്കിതിൽ കൂടുതൽ ഈശോനോടും മാതാവിനോടും അടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാനൊരു ക്രിസ്ത്യൻ കോളേജിലും സ്കൂളിലും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 8/5/2024 പിന്നെയും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകി എന്നെ ശക്തീകരിക്കണം. ആദ്യം എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും അതിനുള്ള ആത്മധൈര്യം എനിക്ക് നൽകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയൊന്നും നിയോഗങ്ങളായി വെച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ 3 മാസം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രേക്ഷിത പ്രേലകളും പത്രങ്ങളെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ഞാൻ ലാബിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ഒരു ചാപ്പലിൽ കയറാനിടയായി. അവിടെ നിന്ന് ഒരു ബണ്ടിൽ പത്രം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരമായി തന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഈശോനെ കൊടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്കൊക്കെ GPay ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. അതിന് ശേഷം ഉടമ്പടി എടുത്തു. 3 മാസം ആവാനായപ്പോൾ ഞാൻ ലൈറ്റ് ആ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് August 8 ആകുമ്പോൾ ഉടമ്പടി കംപ്ലീറ്റ് ആവും, അതിന് മുന്നും എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ കൺസീവാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുന്നത്. അവർക്ക് മൂത്ത മകന് 7 വയസ്സുണ്ട്, രണ്ടാമത്തെ കുട്ടി അപ്പോൾ കൺസീവായി. അപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായ പോലെ തന്നെയായി. എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവർക്കെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം ആവാറായിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായ വയറുവേദനയും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനുള്ള പ്രിക്കോഷൻസൊക്കെ വാങ്ങി വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാനാവും എന്നുള്ള വിചാരത്തിൽ ഞാനെല്ലാം ഇരിക്കുകയാണ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ട്, വയറുവേദനയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ എനിക്കൊരു ദർശനം ഉണ്ടായി. മാതാവിൻ്റെ ഒരു 2:57 സമയമായിരുന്നു.
ആ പുലർച്ചെ. അപ്പോൾ മാതാവിന് എൻ്റെ അച്ഛന് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം അപ്പോഴും ഉണ്ട് എൻ്റെ മാലയിൽ. അപ്പോൾ എൻ്റെ മാതാവെ രക്ഷിക്കണേ, ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് മാതാവ് പറയുകയാണ്, ഞാൻ പ്രഗ്നൻസി കാർഡ് വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചത്, ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എന്നുള്ള റിസൾട്ടാണെങ്കിൽ മാത്രം ഞാനിത് എടുക്കുകയുള്ളൂ, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആദ്യം തന്നെ, അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇത് നോക്ക് നമുക്ക് പോസിറ്റീവായി. അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസമൊന്നും ആയില്ല, കാരണം ആദ്യം ഒരു അനുഭവം നമുക്കുണ്ടായതുകൊണ്ട് ഹസ്ബൻഡ് പേടിയായിരുന്നു, ഇത് എക്ടോപിക് തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പീരിയഡ്സ് ആവിൻ്റെ തലേ ദിവസമാണ് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെങ്കിലും ആ ഒരു സന്തോഷമൊന്നും ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും മാതാവ് എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എനിക്കൊരു ദൈവം തന്ന ഒരു കുഞ്ഞാണ് ഈ വിഹാൻ. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് മുന്നേറാനായിട്ട് പറ്റി. ഏത് കാര്യങ്ങളാണെങ്കിലും, നമുക്ക് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും, ഞാൻ എന്ത് കാര്യമാണെങ്കിലും ബൈബിളെടുത്ത് വചനം വായിക്കും. അതിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങണം എന്നുണ്ടായിരുന്നു. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ആ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് അനുഗ്രഹിച്ചു. ആ സ്ഥലം കാണാനായിട്ട് പോകാൻ പറ്റി. അതിന് മുന്നേ ഇതിനൊരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു, ഈ ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്ന്. അതേപോലെ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. അത് മാതാവ് തന്നു തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും, തുടർന്ന് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ അമ്മയും ഈശോയും അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, കാലിടറാതെ ഞാൻ സംരക്ഷിക്കും. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും കണ്ണീരോടെയാണ് ഈ സന്നിധിയിലെത്തുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് നമ്മളെ തിരികെ വിടുന്നത്. വരണ്ട മരുഭൂമിയിലേക്കും മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കും ജീവനും ആശ്വാസവും ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. ഇടറാതെ നേരായ വഴിയിലൂടെ നയിക്കാനും സുരക്ഷിതമായി വഴിയിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ അമ്മ സ്വീകരിക്കുന്നു. അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആത്മീയ വഴിതെറ്റലിൽ നിന്നും നേരായ വഴിയിലേക്കാണ് തിരികെ നമ്മെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് രഞ്ജിത സന്ദീപ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. വരണ്ട ഒരു ജീവിതത്തിൽ നിന്നും നേരായ വഴിയിലേക്ക് നയിച്ച ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം. ആദ്യമായിട്ട് ഈ മകൾ ഇവിടെ വന്നപ്പോൾ ഈശോയും അമ്മയെപ്പറ്റി അധികം അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് എവിടെ നിന്നോ ഒരു പത്രം ലഭിച്ചു. അങ്ങനെയാണ് ഇവർ ഈശോയും അമ്മയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയത്. ഇവരാദ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത ഉടനെ
ഇവിടെ വന്നപ്പോൾ ആൾ കൺസീവായിരുന്നു. ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും എല്ലാം ഒരു ഫ്ലോപ്പായിപ്പോയി. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ട്യൂബ് പോലെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു വരണ്ട നിമിഷങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഉടമ്പടി എടുത്ത ഉടനെ നിരാശപ്പെട്ട ദിവസങ്ങൾ. പക്ഷെങ്കിൽ ഈ മകള് രഞ്ജിത സന്ദീപ് പറയുകയുണ്ടായി, കൂടുതൽ തീഷ്ണതയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി എന്നാണ് പറഞ്ഞത്. ഇനിയും ഉടമ്പടിയിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. പിന്നീട് വീണ്ടും മോള് വന്ന് ഉടമ്പടി പുതുക്കി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ ഉപരി ഹസ്ബൻഡിൻ്റെ വിശ്വാസം പോയി എന്നായിരുന്നു ഈ മകളുടെ സങ്കടം. പിന്നീട് പുതുക്കിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ മകളൊരു നിയോഗം എഴുതിയത്. പിന്നെ എഴുതിയത് പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുമാണ്. ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടും ഒരു വിശ്വാസ ജീവിതത്തിന്, ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുമാണ് ഈ മകള് ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് ഈ മകൾ തന്നെ പറഞ്ഞു, ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്യാത്തത് പിന്നീട് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് കൂടുതൽ തീഷ്ണതയോടുകൂടി ആദ്യം ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ ചെയ്തു. പിന്നീട് ലൈറ്റിൽ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. പിന്നീട് സഹോദരൻ്റെ കുട്ടിക്ക് ലഭിച്ചപ്പോഴും ഇവർ പ്രാർത്ഥിച്ചു. അവർ സന്തോഷമായിരുന്നു. പിന്നീട് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടുകയാണ് ഈ മകൾക്ക്. വെള്ളപ്പൊക്കത്തിൽ പോകുമ്പോൾ അമ്മ രക്ഷിക്കുന്നേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ദർശനം. ഈ മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് ആ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മക്കളെ പേടിക്കണ്ട, നിങ്ങളിപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരിക്കാം, എൻ്റെ കരങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ എപ്പോഴും നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൂടെ ഉള്ളത് എന്നാണ് ഈ ദർശനത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചത് അനുഗ്രഹം. പിന്നീട് ഒരു നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കുകയായിരുന്നു ദൈവം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകള്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോഴും കൺസീവായെന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജെർമയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വരണ്ട മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കാണ്, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും ഇവരെ നയിച്ച് അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകിയത്. പിന്നീട് ഒരു സ്ഥലത്തിൻ്റെ പർച്ചേസ് ആയിരുന്നു. അതും ഡിസംബർ 7-ാം തീയതി. അതും ഒരു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഇവരെ ഏത് സ്ഥലമാണ് അതവർ ചെന്ന് കണ്ടപ്പോഴൊക്കെ കൺഫേമായി. അമ്മ കാണിച്ചു തന്ന ആ സ്വപ്ന സ്ഥലം തന്നെയാണ് ഇവർ പോയി മേടിക്കാൻ പോകുന്നതെന്ന്. ഇതെല്ലാമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം വിശ്വാസം തകർന്നെന്ന് പോകുമ്പോഴും നമ്മുടെ വിശ്വാസം കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ ഇടറാതെ, നമ്മുടെ കാലിടറാതെ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം. ഉടമ്പടി എടുത്ത ഉടനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായാലും പക്ഷെങ്കിൽ ഉടമ്പടി തീക്ഷ്ണമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ പുതുക്കൽ ആണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് ഈശോയും അമ്മയും കനിഞ്ഞൊരുങ്ങിയ അനുഗ്രഹങ്ങൾ. ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് വരുന്നവർ സന്തോഷത്തോടെയോ മടങ്ങുകയുള്ളൂ. കണ്ണുനീര് കൊണ്ടാണ് വരുന്നത്. കാരണം അമ്മ മാതാവ് എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് അവരുടെ കണ്ണുനീര് തുടച്ച് ദുഃഖത്തിൽ നിന്ന് ക്ലേശത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ വരൾച്ചയിൽ ദൈവകൃപയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വഴിതെറ്റിയവരെ അമ്മ തിരികെ നയിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മ അത് കൃപയാക്കി മാറ്റും. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ. ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പാവനമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ കുടുംബത്തോടൊപ്പം ഞങ്ങളെ യോഗ്യരാക്കിയതിനെക്കുറിച്ച് ഓർത്ത് പരിശുദ്ധ ദൈവമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് നിതിൻ, ഹസ്ബൻഡിൻ്റെ അമ്മ അനു, മക്കളായ ഡിലാൻ തോമസ് ജോർജ്, ഡിയേഗോ ജോസഫ് ജോർജ്, ഡേവിഡ് വർക്കി ജോർജ്, ഡാനിയൽ മാനുവൽ ജോർജ്. എൻ്റെ പേര് റിൻസി ജോസഫ്.
ഞങ്ങൾ ആദ്യമായി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുകയും അത് ഞങ്ങളാൽ കഴിയത്തില്ലാത്ത രീതിയിൽ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും അതുവഴി ഞങ്ങൾ ആത്മീയമായ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. അങ്ങനെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതുവഴി ഞങ്ങൾ അന്നേ ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 30 2023 ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത് 2022 നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലോട്ട് പോരുകയും ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതുവഴി ഒരു ജോലി ലഭിക്കണമെന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2023 തിരിച്ച് ഞങ്ങൾ കുവൈറ്റിന് ചെല്ലുകയും ആ സമയത്ത് ഞങ്ങൾ മൂത്ത മകനെ കൊണ്ടുപോയില്ല, അവൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു ചെന്നപ്പോൾ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പല ക്ലിനിക്കുകളിലും ഞാൻ എൻ്റെ CV കൊടുത്തു. പക്ഷേ അവിടെയൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്തിറങ്ങുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് NOC കിട്ടിയില്ലായിരുന്നു, ലൈസൻസ് മാറ്റാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ വേറൊരു ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ CV കൊടുക്കുകയും അവിടുന്ന് എനിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ എൻ്റെ എല്ലാ ലൈസൻസ് മാറ്റാം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് ഈ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2023 ഡിസംബറിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും 9 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യം വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. ആ 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ജോലി നൽകി. അതുപോലെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. മൂത്ത മകൻ നാട്ടിലായിരുന്നു, കാരണം അവന് ഒരു വിസ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ സാധിച്ചില്ലായിരുന്നു. ഹസ്ബൻഡ് ഡിസംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വിസയും കാര്യങ്ങളും എല്ലാം റെഡിയാകുകയും അമ്മ മാതാവ് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് തരികയും തിരിച്ച് ഹസ്ബൻഡ് പോരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവരുവാനും സാധിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു, കാരണം ആ സമയത്ത് അവിടെ അഡ്മിഷൻ എല്ലാം തീർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്കൂളിൽ മാത്രമായിരുന്നു അഡ്മിഷൻ ഓപ്പൺ ആയിരുന്നത്. അവിടെ ഞങ്ങൾ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊന്നും എഴുതുകയൊന്നും ചെയ്തില്ല. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനോട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ കുറേ പൈസ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവരുടെ അഡ്മിഷനൊക്കെ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്നേ ദിവസം എന്നാണോ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, അതായത് ലാസ്റ്റ് ദിവസമായിരുന്നു ആ സ്കൂളിൻ്റെ. ആ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പൈസ അമ്മ മാതാവ് ഈ തരാനുള്ള ആളിൽ നിന്ന് ഞങ്ങൾക്ക് തരികയും അവിടെ അഡ്മിഷൻ എടുക്കാനും സാധിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട് നിറഞ്ഞ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞാനവിടെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ 2024 മെയ് മാസം വണക്കമാസ പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1 ഞാൻ ഈ 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ജാനുവരി മാസം 1 ഈ കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 2021 ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കുവൈറ്റിൻ്റെ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് ആദ്യം പോരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് 2023 ജൂലൈ മാസത്തിൽ അവിടെ നിന്ന് ഒരു കോൾ എനിക്ക് വന്നു. നിങ്ങൾക്ക് ജോലി പ്രോസസ്സിങ് ചെയ്യാം, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ നിന്നെ ഞങ്ങൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ പോയി അന്വേഷിച്ചു.
അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എക്സാം എഴുതിയ ആ ബാച്ചിലുള്ള എല്ലാവരുടെയും എക്സാം പേപ്പർ മിസ്സിങ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുവൈറ്റിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഹസ്ബൻഡ് ഇവിടെ വന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതും. അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, ആ നഷ്ടപ്പെട്ട ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മിഷൻ മദർ മേരിയിൽ. അങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ നിയോഗം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അമ്മ മാതാവ് 2024 മെയ് മാസം ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ആ മെയ് മാസം തന്നെ വണക്കമാസത്തിൽ തന്നെ 28-ാം തീയതി അവിടുന്ന് എനിക്ക് ഒരു കോള് വന്നു, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ജോലി റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ജോലി എനിക്ക് പരിശുദ്ധ ദൈവമാതാവ് കൊണ്ടുതന്നതാണെന്ന് ഉറപ്പാണ്. കാരണം ആ മെയ് മാസം വണക്കമാസ പ്രാർത്ഥനയിൽ ലാസ്റ്റ് ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഈ വണക്കമാസ പ്രാർത്ഥന ചൊല്ലി പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ 28-ാം തീയതിയാണ് ഈ ജോലി നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സമയത്ത് ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യണമായിരുന്നു, മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ വാലിഡിറ്റി 6 മാസമാണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിലും എവിടെയൊക്കെയാണോ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യാൻ പോയയിടത്തും മെഡിക്കൽ ചെയ്യാൻ പോയയിടത്തും എല്ലാം ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ ദൈവമാതാവ് നടത്തി തന്നു. അങ്ങനെ 2025 മെയ് മാസം 9-ാം തീയതി ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ആ 28-ാം തീയതിയാണ് എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. ഈ 8-ാം തീയതി 9-ാം തീയതി ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവമാതാവ്, ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് തിരിയിൽ അടയാളമായി 8 എന്ന നമ്പർ, 9 എന്ന നമ്പർ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഹാർട്ട്, ഈശോയുടെ ഹാർട്ട്, പരിശുദ്ധ അമ്മയെ ചിറക് വിരിച്ച അമ്മയെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവൈൻ മേഴ്സി കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് പ്രാപൻ്റെ രൂപത്തിലുള്ള രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ അമ്മ മാതാവ് തിരിയേൽ ഞങ്ങൾക്ക് അടയാളമായി കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ചെയ്യാറുള്ളത് കൃപാസനത്തിൽ നിന്ന് പല ഭാഷകളിലെ പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഇങ്ങനെ പല ഭാഷകളിൽ കുവൈറ്റിലെ പല ഭാഗത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. നേരിട്ട് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായ ഒരുപാട് പേരുടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. കാരണം ഒരു ജപമാല അവർക്ക് വേണ്ടി സമർപ്പിച്ച് ചൊല്ലാറുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാർഡ് ഒരു പേപ്പറിൽ പ്രത്യക്ഷ പ്രാർത്ഥന പല ഭാഷയിൽ QR കോഡ് കൂട്ടി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ പത്രത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇവിടെ നാട്ടിലാണെന്ന് പറഞ്ഞാലും ഓൺലൈനിൽ പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞാലും ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പലർക്കും. ഇതുപോലെ സാമ്പത്തികമായിട്ട് പ്രധാനമായിട്ട് സാമ്പത്തിക സഹായമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും. പിന്നെ നാട്ടിൽ അയച്ചു കൊടുക്കും. പിന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ കേസുകൾ വരുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജപമാല കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. മിഷൻ മദർ മേരി ഗ്രൂപ്പിൻ്റെ കൂടെ ജപമാല കെട്ടി കൊടുക്കാറുണ്ട്. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇതോടെ സാധിച്ചു. കാരണം ആദ്യത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊരു നല്ലൊരു മാതൃകയാകാനുള്ള പറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഇഷ്ടമുള്ള പോലെ അവരും ചെയ്ത് നടക്കുമായിരുന്നു. നേരെ പള്ളിയിൽ പോലും പോകുന്നില്ലായിരുന്നു.
ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് കൂടെ വരുമെന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ദൈവത്തെ മനസ്സിലാകുന്നു. അമ്മ കൂടെ വരും, ഈശോ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ശരിക്കും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ഉണ്ട്. ആദ്യം ഒരു വിശ്വാസമായിരുന്നു, പക്ഷേ അതൊരു അനുഭവമാക്കി ഓരോ പരിശുദ്ധ കുർബാനയിലും അതിൽ സ്വീകരിക്കുമ്പോൾ ശരിക്കും ഈശോ അപ്പമായിട്ട് മാറുന്നുണ്ട്, ഈശോയുടെ ശരീരം രക്തമായി മാറുന്നുണ്ട്. അത് പല ടേസ്റ്റ്, അതായത് നാവ് പൊള്ളുന്ന രീതിയിൽ മധുരമായിട്ട്, നമ്മൾ കുമ്പസാരം ഒക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച എന്നുള്ള 3 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം കയ്പായിട്ടും പുളിയായിട്ടൊക്കെ മാറും, അല്ലാത്ത മധുരമായിട്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്, കൂട്ടത്തിൽ വരുന്ന അനുഭവം. ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം മാഞ്ഞു പോയി. പള്ളിയിൽ കയറാണ്ട് അവിടെ ഒരു ഫോൺ വന്ന്, ഇമ്പോർട്ടൻറ്റ് പള്ളിയാണ്, കുർബാനയാണ്, പരിശുദ്ധ കുർബാനയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു നിമിഷം ആ ഫോൺ വന്നപ്പോൾ ഫോൺ വെക്കാഞ്ഞതിന് കയ്യിൽ നിന്ന് കാശ് രൂപ മാഞ്ഞു പോയി. പിന്നെ ക്ഷമ പറഞ്ഞ് മനസ്സാപരണം ചൊല്ലിക്കൊണ്ട് മുട്ടയൊക്കെ തീർന്ന് അവിടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആ നോക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരടി പൊക്കത്തിൽ നിന്ന് ആകാശം നിട്ട് വന്നു. ശരിക്കും ദൈവം ഒരു യോഗ്യതയില്ല, എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നേക്കുന്നതെന്ന് നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ മാറുന്ന സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വല്ലതും മിസ്സായെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. മക്കളെ കൂട്ടി, ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് 4 മക്കളാണ് വന്നേക്കുന്നത്, മക്കളെല്ലാം കൂട്ടി എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാറുണ്ട്, സാധിക്കാറുണ്ട്. ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ആത്മഹത്യയുടെ വക്കിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നും തിരിച്ച് അവൻ ജീവിതത്തിലേക്ക് വന്നു. ഭയങ്കരമായ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം അമ്മ അവനെ ഇട്ടിച്ച് പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൽ അവൻ്റെ പേര് കാണിച്ചു തന്നു, പരിശുദ്ധ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന് 2ാം പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുവാനും അവനെ സഹായിക്കുവാനും ഉടമ്പടി ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്നും അവന് ഡീപ്പോർട്ട് ചെയ്യാതെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് അവനെ നാട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നു. തിരിച്ച് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നും ഭയങ്കരമായ ദുഃഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ രാത്രിയിൽ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവൾ 2ാം പ്രാവശ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിൻ്റെ പാപഭാരങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേ ദിവസം തന്നെ പോയി അവൾ കുമ്പസാരിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഈ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞപ്പോൾ അവളും പ്രഗ്നൻ്റായി. ഈ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കും ദൈവമാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക്, ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തും ഞാൻ കാണുന്നവർക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കും എല്ലാം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കുറിച്ചോർത്ത് ഈ അനുഗ്രഹങ്ങൾക്കും കൃപകളും ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് ഞങ്ങൾ ഈ ജപമാല കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടൊന്നും ആരും അങ്ങനെ സമയമൊന്നും കണ്ടെത്തുകയില്ല. പക്ഷേ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ജപമാല കെട്ടിക്കൊടുക്കാനും, അതായത് ആഴ്ചയിലൊരു 30 മേളിൽ ജപമാല കെട്ടി ഞങ്ങൾ ഈ കൃപാസന കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിൽ കൊടുക്കാറുണ്ട്. ആ കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിലെ ബാബു ബ്രദർ, ആ ബാബു ബ്രദറിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ബാബു ബ്രദർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാറ്റിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനും ദൈവകുമാരനും പരിശുദ്ധ ദൈവപിതാവിനും പരിശുദ്ധ ആത്മാവിനും ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ, അതായത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യതയിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 31-ാം അധ്യായം 3-ാം വചനമാണ് നാം കേട്ടത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സ്നേഹമാണ്. അവസാനമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പം പറഞ്ഞു കേട്ടത്. ദൈവസ്നേഹം നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമുക്ക് യോഗ്യത ഉള്ളതുകൊണ്ടല്ല, നിത്യസ്നേഹത്തിൽ ഒരിക്കലും തീരാത്ത സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ ഒരിക്കലും വിട്ടുകളയുന്നില്ല. വീഴ്ചയിലും തകർച്ചയിലും നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം ക്ഷമയായും കൃപയായും സംരക്ഷണമായും നമ്മുടെ കൂടെയാണുള്ളത്. അമ്മ മാതാവിൻ്റെ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമായാണ് നാം കണക്കാക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന അമ്മയുടെ സംരക്ഷണ വലയത്തിലുള്ള ഒരു ജീവിതമാണ് നാം അനുഭവിക്കുന്നത്, നാം എക്സ്പീരിയൻസ് ചെയ്യണത്. നാം എത്ര അകലെ ആയാലും അമ്മ നമ്മെ ഈശോയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെയാണ് ഈ മകള് റിൻസി ജോസഫും കുടുംബവും ഈശോയുടെ അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞപ്പോഴാണ് ഈ ആലയത്തിൽ എത്താനും ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ പച്ചപ്പുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. അസാധ്യമായി പലതും ഇവർക്ക് മനസ്സിൽ തോന്നി. ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ് ഏതോ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കൃപാസനം അമ്മയെപ്പറ്റി കണ്ടതും പിന്നീട് അവർ അമ്മയെപ്പറ്റി കൂടുതൽ അറിയാനും ഇവിടെ വന്ന് ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ എടുത്ത ഉടനടി 10 ദിവസത്തിനുള്ളിലാണ് ഈ മകൾക്ക് ആദ്യത്തെ ജോലി ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർ പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈശോയും അമ്മയും നടത്തി കൊടുക്കാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. കുടുംബത്തോടെ വീണ്ടും ഇവർ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഹസ്ബൻഡും വൈഫും പിള്ളേരുമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹവും ഈശോയും അമ്മയും നടത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് മക്കളുടെ അഡ്മിഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഈ കുട്ടികളുടെ അഡ്മിഷൻ വേണ്ടിയിരുന്നത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവിടെ എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ക്ലിയറായി കൊടുത്ത് ഇവരെല്ലാ രീതിയിലും പല വ്യക്തികളിൽ കൂടെ ഇവർക്ക് സഹായം നൽകി പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുവാൻ ഇവർ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തിലും പല മെഴുകുതിരിയിലാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് മെഴുകുതിരിയിലെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയത്തുമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ മകൾ വേറൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലിക്ക് പോകാനായിട്ട് എല്ലാ ഡേറ്റും കാര്യങ്ങളും എല്ലാം എടുത്തപ്പോഴും പരിശുദ്ധ അമ്മ ഇവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു 9-ാം തീയതി എന്ന ഡേറ്റ് മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തു. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ഒരു ഡാർക്ക് മൊമെൻറ്റ്സ് ആയിരിക്കാം. ഈശോയെ അമ്മയും കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം നേരാണോ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമ്മൾ അതിശയിക്കുമ്പോഴും കൺഫ്യൂഷൻ ആകുമ്പോഴൊക്കെ അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഓരോ രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അവരുടെ സാന്നിധ്യം. ഈ മക്കൾക്ക് മെഴുകുതിരിയിൽ 9 എന്ന ഡേറ്റ് ക്ലിയറായിട്ട് കാണിച്ചു കൊടുത്തു. ആ 9-ാം തീയതി തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ 9-ാം തീയതി ജോയിൻ ചെയ്തു. ഈ മകളെന്നോട് ഷെയർ ചെയ്തായിരുന്നു അവിടെ പോയപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാണ് വന്നതെന്നാണ് ഇപ്പോഴും പറഞ്ഞത്. എന്നെ ഉറപ്പിച്ചതാണ് ബട്ടർഫ്ലൈയുടെ കാര്യം. അവിടെ ചെന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന പല രീതിയിലാണ്. കളറുകളിൽ, നമ്പറിൽ, മെഴുകുതിരിയിൽ, സുഗന്ധത്തിൽ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ വന്ന് നമ്മളോട് പറയും ഞാനുണ്ട് കൂടെ എന്ന്. ഈ മക്കളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഓരോ കാര്യത്തിനും അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഓരോ കാര്യങ്ങളിലും അമ്മയോട് പറയാനും
മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, പാപത്തിൽ നിന്നാലും, നിരാശയിൽ ജീവിച്ചാലും അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ നമ്മെ തിരികെ ദൈവത്തിലേക്ക് നയിക്കുകയാണ്. ഓരോ വഴികൾ, പുതിയ വഴികൾ കാണിച്ചു തരികയാണ് അമ്മ മാതാവ് നമ്മുടെ കൂടെ നിന്ന്. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ കൈവിടില്ല. നാം ദൈവത്തിന് വിലപ്പെട്ടതാണെന്നാണ് നമ്മുടെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവസ്നേഹം ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹമാണ് അമ്മ മാതാവും. ആ സ്നേഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. പത്രം പല ലാംഗ്വേജിലും മേടിച്ച് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് കൂടെ നിന്ന ഒരു കൂട്ടുകാരന് സൂയിസൈഡിൻ്റെ വക്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മകൻ്റെ പേര് ഫോണിൽ വന്നത്. അത് വന്ന ഉടനെ ഈ മകൾക്ക് എന്തോ ഒരു വ്യത്യാസം. അമ്മ മാതാവ് പറഞ്ഞതുപോലെ ഈ ഫോണിൽ വന്ന പേരനുസരിച്ച് അവർ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആ മകന് രണ്ടാമത്തെ അറ്റംപ്റ്റിലായിരുന്നു. പിന്നീട് ഇവർക്ക് കാണിച്ചു കൊടുത്തത് 50 എന്നൊരു നമ്പറായിരുന്നു. ആ നമ്പറാണ് ഇവർക്ക് ഈ മകന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയത്താണ് ഇവരെ കുടുംബത്തിനെ സഹായിച്ച് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഈ മകനെ കരകയറ്റിയത്. പിന്നീട് ആ കുടുംബവും ഒരു ഡൈവോഴ്സിൻ്റെ വക്കിൽ നിന്ന കുടുംബത്തെ വീണ്ടും അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് വേറൊരു റിലീജിയനിൽ പെട്ടതായിരുന്നു, വേറൊരു മതത്തിൽ പെട്ടതായിരുന്നു. പക്ഷെങ്കിൽ ആ തക്ക സമയത്ത് കിട്ടിയ ആ സഹായം, ഈ മകൻ്റെ ഫോണിൽ വന്ന പേര്, ഇതും അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത് തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഒന്ന് കരകയറ്റി കൊടുക്കുവാനും അമ്മ മാതാവ് അവരുടെ ജീവിതത്തിലും ഇടപെടുന്നതായിട്ടാണ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവർ ഈ കുടുംബത്തെയും മുന്നോട്ട് നയിച്ച് ആ കുടുംബം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാനും അമ്മ മാതാവിനെ അറിയാനും സാധിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബവും അവരുടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് തന്നെ അനുഭവിക്കുന്ന, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നമുക്കൊരു പുതിയ വെളിച്ചം കൊടുക്കുവാനായിട്ട്, പ്രകാശം കൊടുക്കുവാനായിട്ട് ഈശോയും അമ്മയും നമ്മളെ സഹായിക്കും. നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. നമ്മുടെ അനുഭവത്തിൽ കൂടെ മറ്റുള്ളവരുടെ വിശ്വാസം കൂടുതൽ തീക്ഷ്ണപ്പെടുത്തുവാനും മറ്റുള്ളവരെയും ഈശോയിലെ അമ്മയിലേക്ക് അടുക്കുവാനും അവർക്കൊരു നല്ല ജീവിതം നയിക്കുവാനും അവരെ സഹായിക്കാനും ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു. പിന്നീട് ഒരു കാശ്രൂപമാണ്. മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ മാതാവ് തന്നെ കാശ്രൂപം, അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോഴത്തേന് മാതാവ് വരികയും പോവുകയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്ന പല രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിശ്വാസം അനുഭവമാക്കി തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവരും ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസം ഒരനുഭവമായി മാറ്റി അമ്മ മാതാവ് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എന്നാണ് നമുക്കും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശേഷവിധിയായിട്ട് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ എന്താണ് ഈശോയ്ക്കും അമ്മയ്ക്കും ചെയ്യാറുള്ളതെന്ന്. ഈ മക്കൾ പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. ഈ 4 കുട്ടികളായിട്ടാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളെ കൂടെ നിർത്തി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ കൊന്ത കെട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ഒരാഴ്ചയിൽ 30 കൊന്ത കെട്ടി കൊടുക്കുന്നത് അത് മാതാവിനുള്ള സ്നേഹം കാരണമാണ്. ഇവർക്കൊന്നും കിട്ടാനല്ല, ഒന്നും ലഭിക്കാനല്ല, പക്ഷേ ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം കാണാൻ ഇവർ ആ കൊന്ത കെട്ടി അവർ കാണിച്ച് ദൈവത്തിന് കൊടുക്കുന്നത്. ഈ 4 കുട്ടികളായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന അച്ഛനും അമ്മമാരോടും ചോദിക്കാറുണ്ട്, മക്കൾ ഉടമ്പടി എടുത്തുവെന്ന്. ഇല്ല സിസ്റ്റർ, അവർ സമയമില്ല, അവർ കുവൈറ്റിലാണ്, അവർ സൗദിയിലാണ്, അവർ അയർലൻഡിലാണ്, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. ഇങ്ങനെയാണ് പല പേരൻസും പറയാറുള്ളത്. പക്ഷേങ്കിൽ ഈ പേരൻസ് ഞാൻ ഒരു ഡിഫറെൻറ്റ് പേരൻസായിട്ട് എനിക്ക് തോന്നിയത്, അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കൊന്ത കെട്ടുന്നത്? പിള്ളേർ ഉറങ്ങുമ്പോൾ, അവർ പഠിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കൊന്ത കെട്ടുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൊന്ത കെട്ടും. അപ്പം ഞാൻ വിചാരിച്ചു, ഇവർക്കുള്ള സ്നേഹം വെറുതെ അല്ല, ഓരോ കാര്യത്തിലും ഇവർ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന, കൂടെ നടക്കുന്ന അമ്മയെ കാണുന്നത് ഇവരിങ്ങനെയൊക്കെ വിശേഷവിധിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അമ്മ എങ്ങനെ മറക്കാതിരിക്കും ഇവരുടെ കാര്യങ്ങളും. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മ സ്വന്തം അമ്മയോട് പറയുന്ന പോലെയാണ് ഇവർ പറഞ്ഞ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അനുഗ്രഹം വർഷിക്കുന്നത്. സമയമില്ല എന്ന് പറയുന്നത് സ്നേഹമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഈശോയുടെ അമ്മയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തും. സ്നേഹത്തിലാണ് അമ്മ മാതാവ് നമ്മെ നയിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും സമയങ്ങളിൽ ദൈവമകലെ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമുക്കും ഓർക്കാം, ദൈവം പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അമ്മ പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിത്യസ്നേഹത്തിൻ്റെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കൃപാസനം അമ്മ ആ സ്നേഹത്തിലേക്കാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കാം.
പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും റിൻസി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിഭാവനവുമായ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ സാക്ഷ്യം പറയാൻ എനിക്കിട തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് 2022 മെയ് 1-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ജൂൺ 3-ാം തീയതി 2023 ജൂൺ 3-ാം തീയതിയും 2024 ഓഗസ്റ്റ് 10-ാം തീയതിയും ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വിവാഹത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നു. അതിനെല്ലാം ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. അതിനാദ്യം ഞാൻ പറയുന്നത്, ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു. 10-10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അന്നത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് ഇങ്ങനെ മാതാവ്, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി എന്നോട് പറയുകയാണ്, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്തിയാ ആരെ ആഡ് ചെയ്യാത്തത്, എന്നെ മാത്രമല്ലോ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അതിനകത്ത് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങി, അതിനകത്ത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ആ ഗ്രൂപ്പിന് ആവേ മരിയ എന്ന് പേര് കൊടുത്തു എന്ന്. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പിന് 10-10-2021 ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ഏഴക്കർനാട് മണിയുടെ ഏഴക്കർനാടിലെ മണിയുടെ എന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 പ്രാവശ്യം ജപമാല റാലിക്ക് ആളുകളെ കൊണ്ടുവന്നു. അതുപോലെ ഒത്തിരി പേര് അതിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ അതിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്നും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിലുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ, മാതാവേ ഈ ദിവസം എന്താവണം, ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് ഞങ്ങളെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോന്നി, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വെച്ചാൽ ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളുടെ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു, ഒരിക്കലും ആ വാർഡ് ഈ പ്രാവശ്യം വനിതാ വാർഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല. എന്തെങ്കിലും മാതാവിന് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷേ വാർഡ് സംവരണ ഞെരുക്കെടുപ്പിൽ ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡ് ആവുകയും ആ ഇലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വാശിയേറിയ മത്സരങ്ങളായിരുന്നു. ഇത് അച്ഛൻ പറയും, ട്രോളുകളാണ് കൃപാസനത്തെ വളർത്തിയെന്ന്. എങ്ങനെ പക്ഷേ ഞാനും ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പിന്മാറേണ്ടി വരുന്നൊരു സമയത്ത് പോലും അപ്പോൾ അവിടെ ഒരു ട്രോൾ ഇറങ്ങി, നാട്ടുവാർത്ത ഇതിനകത്തൊരു ട്രോൾ ഇറങ്ങി, കൃപാസന മാതാവ് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി എനിക്ക് അവസരം തന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്മാറാൻ ചിന്തിച്ചപ്പോഴൊക്കെ മാതാവ് എന്നോട് പറയുകയാണ്, നീ പിന്മാറിയാൽ ഞാൻ തോറ്റുപോകും, നീ ശക്തമായിട്ട് മുന്നോട്ട് പോകുക എന്ന്. മാതാവ് തന്നെ എനിക്ക് ലഭിച്ച വോട്ട് വരെ മാതാവ് തന്നെ എന്നെ സ്വപ്നത്തിൽ കാട്ടി തന്നിരുന്നു. അങ്ങനെ ഒരു വീട് കയറാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നും, ഞാൻ തന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന്. തന്നെ നടക്കുന്ന എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് മാതാവ് എൻ്റെ കൂടെ ഓരോ വീടുകളിലും വരും എന്നുള്ള വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത്. നാടുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതുപോലെ എൻ്റെ കൂടെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു അയനയ്ക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ 2 പഞ്ചായത്ത് മെമ്പർമാർ ആ മണിയുടെ പഞ്ചായത്തിൽ കിട്ടി. അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ലേക്കുള്ളൊരുന്ന്. ഞാൻ ഒരിക്കലും ആ സ്ഥാനമൊന്നും മോഹിച്ച് വന്ന വ്യക്തിയല്ല. ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണേന്ന്. പക്ഷേ മാതാവിനോട് ഞാനൊരു പൂവിൻ്റെ ഇതള് ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം നിറയെയാണ്. ഇനി ആ പൂന്തോട്ടം നിറച്ച് കാത്തു സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് അതിനുള്ള ശക്തിയും സഹായവും മാതാവ് തന്നെ തരണമേ എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മണിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഞായറാഴ്ച തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പനിയായിരുന്നുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതാണ് ഒരു സാക്ഷ്യം. പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, അമ്മ മാതാവ് ഓരോ വീടുകളിലും ചെന്ന ഒരു പ്രതീതി. ഞങ്ങൾ ഓരോ എല്ലാ മാസവും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓരോ വീടുകളും ഞങ്ങൾ ഗ്രൂപ്പിൽ കൂട്ടായിട്ട് തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയൊക്കെ അടുത്ത് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിന് ഫലമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടിയത്. ഇതൊക്കെ അമ്മ മാതാവിനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പോരുമ്പോൾ പറയും, മാതാവിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഒരു ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഗ്രൂപ്പിന്. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോയി. പോകുന്ന സമയത്ത് തൃശ്ശൂർ മെയിൻ റോഡ്, നിങ്ങൾക്കറിയാം തൃശ്ശൂർ മെയിൻ റോഡിൻ്റെ അവസ്ഥ. മെയിൻ റോഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് വന്നിടിച്ച്, ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ തെറിച്ച് റോട്ടിൽ വീണെന്ന്. പക്ഷേ ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് എനിക്ക് ബോധം ഉണ്ടായി. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുക. അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ചേട്ടനും കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. ചേട്ടൻ ഇവിടെ നിന്ന് മേടിക്കുന്ന ഒരു കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശേഷം ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നീ എൻ്റെ വണ്ടിയുടെ മുകളിലൂടെ തെറിച്ച് റോട്ടിൽ പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് രൂപം തെറിച്ച് നിൻ്റെ അടുത്ത് വീഴുന്നതുമായിരുന്നെന്ന്. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടിയിലും ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ കൃപ ലഭിക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവരെയും മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നുമായിരുന്നു. ആ മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ബോധ്യം മാതാവ് എന്നെ കാട്ടിത്തന്നതായിരുന്നു ആക്സിഡൻറ്റ്. ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അത് ഞങ്ങൾക്ക് അന്ന് ചിലവായ പൈസയും വണ്ടി നന്നാക്കിയതും എല്ലാം അവർ തന്നെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ബാധ്യതയും ഉണ്ടായില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ കൃപയും സംരക്ഷണവുമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അന്നത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയും. നമുക്കുടെ മനസ്സിൽ തോന്നുന്ന വിഷയമായിരിക്കും അച്ഛൻ അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ വരുന്നത്. പല ഘട്ടങ്ങളും നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അന്നത്തെ രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്ന ആ വിഷയമായിരിക്കും. അപ്പം നമുക്കതിന് ഉത്തരം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവും ഈശോയും ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ യാക്കോബിറ്റ്സ് ഇതിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഏഴക്കനാട് മലങ്കര ജ്ഞാനായ കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറേ ആളുകൾ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, എല്ലാ ദിവസവും 6:30 കുർബാനയുണ്ടെന്ന്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അവിടെ കുർബാനയ്ക്ക് പോകാനും അതെനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് 12ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഈശോയെ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെന്നും ഈശോയെ സ്വീകരിക്കണം, നമ്മളെന്നും ഈശോയുടെ കൂടെ നടക്കണം. ആ ഒരു ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ആത്മീയമായി എൻ്റെ വീട്ടിലാണേലും നേരത്തെ ഞങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഇപ്പോൾ മെയ് 1-ാം തീയതി 22 മെയ് 1-ാം തീയതി ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ രാവിലെ 5:30 തൊട്ട് 6:30 വരെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചെയ്യും. വൈകിട്ടാണേലും ചേട്ടനാണെങ്കിലും വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ മാതാവിൻ്റെ ഉടമ്പടിയിലും വചനത്തിലും വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഈ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതുപോലെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മണിയുടെ ഗ്രാമപഞ്ചായത്ത് എന്ന എല്ലാ ജനങ്ങളിലെയും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളുകളിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ് നിൽക്കുന്ന. കുട്ടിക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ, നാടിന് സമൂഹത്തിനും ഒരു മാറ്റമുണ്ടാവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അയന. കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടുന്ന് നിങ്ങളെ തക്ക സമയത്തും ഉയർത്തും എന്നൊരു വചനം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ്. ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഞാൻ ഒരു ഉടമ്പടി എടുത്തത് മാർച്ച് 23, 2025 അതിനോടനുബന്ധിച്ച് ഇതുവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സഞ്ചാരി മാതാവ് ശരിക്കും കൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നോ ഈ ഒരു ഫീൽഡിൽ യാതൊരു പരിചയമുള്ള ഒരാളല്ല ഞാൻ.
പക്ഷേ ഇതെനിക്ക് മാതാവ് നൽകിയ ഒരു നിയോഗമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോമിനേഷൻ സൈൻ ചെയ്യുന്നതിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല, ഇതിൽ നിന്ന് ഞാൻ പിന്മാറി അല്ല ഫെയിലായി കഴിഞ്ഞാലും എനിക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എന്നെ നല്ലൊരു ഭൂരിപക്ഷം നൽകി എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ അതായത് ജോലി, വീട്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പല ആളുകളെ വരെ ആ നാട്ടിൽ അറിയില്ല. എന്നിരുന്നാലും അതിനുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു, നമ്മൾ വിശേഷ വിദ്യയായി മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. ഞാനന്ന് മനസ്സറിഞ്ഞ് മാതാവിനോട് ഞാൻ ഇത്രമാത്രം ചോദിച്ചു, അമ്മ എനിക്ക് വിശേഷ വിധിയായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന്. അത് ഞാനിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതിൽ വിജയം കൈവരിച്ചതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ജനസേവ ചെയ്യാനായിട്ട്. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇതുപോലെ പത്രം വിതരണം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതോടുകൂടി എനിക്ക് ഒത്തിരി രോഗികളെ കാണാം, ഒരുപാട് പേർക്ക് ആശ്വാസമേകാനായിട്ട്, അതായത് ദൈവത്തെ കൊടുക്കാം, മാതാവിന് നൽകാം, വചനം അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും. തൈലം ഉപയോഗിച്ച് ഞാൻ കുരിശു വരച്ച്, ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കരുതുമായിരുന്നു. എനിക്ക് അനേകം ആളുകളെ കാണുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ട് വന്ന അന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, അതായത് 237 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി മാതാവ് എനിക്ക് വിജയം നൽകി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ജയിക്കുമായിരിക്കും, ഒരുപക്ഷെ ഒരു 30-50 വോട്ടിന്. അത്ര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. മാതാവ് എന്നെ കൂടെ നിർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു IBPSൻ്റെ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എനിക്ക് ഈ ഒരു വിഷയം അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ട് പറ്റി. അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമായിട്ട് മാതാവ് എനിക്ക് വേറൊരു വഴി കണ്ടെത്തി തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടായാലും മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ, മാതാവ് ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞ് എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേർക്ക് കൈ നീട്ടി തരുകയാണ്. മാതാവിൻ്റെ എന്നോട് കൈ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കൈ എനിക്ക് മാതാവിൻ്റെ തിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹം മാതാവിൻ്റെ ജീവിതത്തിൽ നൽകി. ഇനി എൻ്റെ നിയോഗങ്ങൾ എന്നതിലുപരി എനിക്കിപ്പോൾ ഒരു നിയോഗം, ഞാൻ വെച്ചിരിക്കുന്ന നിയോഗം നടന്നില്ല എന്നിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്തിനും ഏതിനും ദൈവം എൻ്റെ കൂടെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന് ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെ പോയി അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ രോഗികളായുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:6. ദൈവം നമുക്ക് നൽകുന്നത് ഭൗതികമായ ചെറുതും വലുതുമായ കാര്യങ്ങളാണ്. പക്ഷേ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ഭാഗമായിരിക്കും. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ്
നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നതും അതുതന്നെയാണ്. ദൈവം മാതാവായി ദൈവം തിരഞ്ഞെടുത്തത് അമ്മയെയാണ്. അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അവകാശമാണത്. അതുപോലെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ഈ മക്കളും നമ്മളോട് ഷെയർ ചെയ്തത്. അയനയും ഷിജി ബിജുവും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവം തിരഞ്ഞെടുത്ത, ദൈവം അളന്നു കൊടുത്ത ഒരു വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ കൂടെ ഉടമ്പടി ജീവിതം എന്താണെന്നറിഞ്ഞതും ആത്മാർത്ഥമായ ജീവിതം നയിച്ചപ്പോഴുമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴികൾ ഈശോയും അമ്മയും തെളിച്ചു കൊടുത്തത്. ഈ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രവർത്തനത്തിനായിട്ടുള്ള ഒരു നല്ലൊരു അവസരം ഇവർക്ക് ഈശോ നൽകുകയും ഒരാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായും മറ്റൊരാൾ പഞ്ചായത്ത് മെമ്പറായിട്ടുമാണ് നമ്മുടെ മധ്യേ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വരുന്നത്. വിശേഷ വിധിയായിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് നമ്മൾ കേട്ടത്. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാക്കിയതും പിന്നെ അവിടെ പല ട്രോളുകൾ വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്: തോറ്റുകൊടുത്ത് പിന്മാറേണ്ട, അമ്മ ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കാം. കൃപാസനത്തിനെ പറ്റി പല ട്രോളുകളും വന്നിട്ടുണ്ട്. ഓരോ ട്രോളുകൾ വരുമ്പോഴും കൂടുതൽ ആൾക്കാർ ഈശോയെയും അമ്മയെയും അറിയുവാനാണ് സാധിച്ചിരിക്കുന്ന ഈ ട്രോളുകൾ വഴി. പല ട്രോളുകളും നമുക്കൊരു മെറിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും കൂടുതൽ ആൾക്കാർ ആഴത്തിലറിയുവാനുള്ള ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ മോൾക്ക് അങ്ങനെ കേട്ടപ്പോൾ ഈ മോൾ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പിന്മാറാൻ ശ്രമിച്ചാൽ അമ്മ ചിലപ്പോൾ തോറ്റുപോകും, അമ്മ കൂടെയുള്ളപ്പോൾ ഒന്നും പേടിക്കേണ്ട, അമ്മ കൂടെ വരും. അങ്ങനെയാണ് ഈ മകൾ ഇലക്ഷനിൽ നിന്നത്. ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു. ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ഐക്യമുണ്ട്. പിന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അയന പറഞ്ഞതുപോലെ വിശേഷവതിയായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ സാധിച്ചു. വിജയം കിട്ടിയപ്പോൾ വചനത്തിലാണ് അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതമാണ്. സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി. ഓരോ വീടുകൾ കയറി നടന്നപ്പോൾ പരിശുദ്ധമ്മ കൂടെ ഉള്ളതായിട്ടാണ് ഇവർക്ക് മനസ്സിലായത്. ഇവരുടെ മെറിറ്റ് ഇല്ല, പക്ഷേ ഈശോയും അമ്മയും കഴിഞ്ഞു കൊടുത്ത ഒരു ഗ്രേസാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണെന്ന് ഇവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയിലും അമ്മയിലും പൂർണ്ണമായി നമുക്കും വിശ്വാസം അർപ്പിക്കാം. ദൈവത്തിലുള്ള ആശ്രയം അതാണ്. ഈ അമ്മ മാതാവിനെ ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് മറുപടി പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തെയും ആശ്രയത്തെയുമാണ് നമ്മൾ കാണുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ തരിക. ദൈവഹിതം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ എന്തായാലും ദൈവമാണ് നമ്മുടെ ഓഹരിയെങ്കിൽ നമുക്ക് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ മക്കൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇതേക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടുത്തെ ഒരു പത്രം, കോട്ടയത്തെ ഒരു സ്കാനിങ് സെൻറ്ററിൽ നിന്ന് ലഭിച്ച പത്രത്തിലൂടെയാണ്. എൻ്റെ പേര് രാജേഷ് ജോസഫ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ആയാങ്കുടി എന്ന സ്ഥലത്താണ്. ഇതെൻ്റെ ഭാര്യ സിന്ധു ജെയിംസ്, അത് അനുജത്തി സിനി ജെയിംസ്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം എൻ്റെ ഉടമ്പടി കാലാവധി പൂർത്തിയായതിനു ശേഷം എനിക്കത് തുടരാൻ സാധിച്ചില്ല. 2020 എൻ്റെ ഭാര്യ വീണ്ടും ഉടമ്പടി എടുത്തു. 2024 ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലിൽ ഒരു നീര് വരികയും റെഡ്നെസ് ഉണ്ടാവുകയും ചെയ്തു. അതിന് പ്രകാരം ഞാനിവിടെ നാട്ടിൽ വന്നു. അത് സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് കരുതി ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ
വേണ്ടി ഞങ്ങളൊരു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഫിസിഷ്യനെ കാണണമെന്ന്. ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അദ്ദേഹം കുറച്ച് ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. നെഫ്രോളജിസ്റ്റ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞു. ആ ടെസ്റ്റെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഞാൻ ഭക്ഷണത്തിന് മുമ്പ് 366 ഭക്ഷണം കഴിച്ചതിന് ശേഷം 577 അതുപോലെ തന്നെ എൻ്റെ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് എന്നാണ്. അത് കേട്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അത് കാരണം അപ്പോൾ നിരാശയായി ഒത്തിരി, എനിക്ക് ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് ഞങ്ങൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കാണണം നിങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അതിനു മുമ്പ് എൻഡോക്രിനോളജിസ്റ്റിനെ ഞങ്ങൾ കാണാൻ പോകുന്നൊരു ബുധനാഴ്ചയാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. ആ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിലെല്ലാം അച്ഛൻ ബ്ലെസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി. അത് ബുധനാഴ്ച ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ എൻഡോക്രിനോളജിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു 5th സെഞ്ച്വറി അടിച്ചെന്നോ. അദ്ദേഹം പറഞ്ഞു 500-ന് മുകളിലാണ് നിങ്ങളുടെ ഷുഗർ ടെസ്റ്റ്. എന്നാലും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഒരു കുഴപ്പമില്ല, സാരമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരാഴ്ചത്തെ മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ച ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ടെസ്റ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതിൻ്റെ ഷുഗർ ലെവലെല്ലാം നോർമലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കാരിത്താസിൽ തന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടു. നെഫ്രോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംശയം ഉള്ളതുകൊണ്ട് നിങ്ങളൊരു 24 hours യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 24 hours കളക്ട് ചെയ്ത യൂറിൻ ടെസ്റ്റ് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു ഞാനിതിലൊരു കുഴപ്പവും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു ചിരിക്കാൻ പോലും സാധിച്ചത്. കാരണം ഞാനാകെ അങ്ങോട്ട് എന്താണ് പറഞ്ഞത്, ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് എന്ന് കാരണം ഞാൻ നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര നിരാശനായിപ്പോയി. ഡോക്ടർ പറഞ്ഞത് ഇത് തുടക്കമാണ്, ഇത് നിങ്ങൾക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ അവിടുത്തെ കാരിത്താസിൽ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലാണ്, ഒന്നും പേടിക്കാനില്ല. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയത്. എൻ്റെ ഇടത് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അറിയാതെ പിടിച്ചു നോക്കി, അവിടെ ഭയങ്കര ഒരു വേദന. അപ്പോൾ വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല. ഞാനത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ ഇവിടെ വന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു മുഴയേ ഇല്ല. അപ്പോൾ അതിനും പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഭവനമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങുവാനും പിന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ 95% പണി പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് ലോണൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവസാനം ഞങ്ങൾക്ക് കുറച്ച് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നു സാമ്പത്തികമാണ്. ആ സാമ്പത്തികം ഉണ്ടായത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എനിക്ക് പുതിയ പ്രൊജക്റ്റുകൾ എൻ്റെ ജോലിയെ കൂടാതെ ഈ കൺസൾട്ടൻസീസ് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കൺസൾട്ടൻസി വർക്കുകൾ കിട്ടാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി. അതുമാത്രമല്ല ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മുടങ്ങിപ്പോയ ഉടമ്പടി ഞാൻ പുതുക്കി. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ പേര് സിന്ധു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതാണ്.
അതിനുശേഷം 2019 എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ പുതിയതെടുക്കുകയോ ചെയ്തേ 2020. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി തന്നെയായിരുന്നു. 2024 എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനൊരു അസുഖമെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല, എനിക്കൊരു ജോലിയില്ല. ജീവിത പങ്കാളിയുടെ വരുമാന മാർഗം കൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാവേ, ഒരു തീരാരോഗ്യമാക്കലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിന്, ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞിന് 1 വയസ്സായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തത്. അതിന് ശേഷമാണ് ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. അപ്പോഴാണ് എല്ലാം നോർമലായി കിട്ടി. ഞങ്ങൾക്ക് പറയാനായിട്ട് അന്ന് സാധിച്ചില്ല. കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ ഒരു നിയോഗം കൂടെ വെച്ചായിരുന്നു. കൂടാതെ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് പറയുന്ന കരുതിയാണ് താമസിച്ചു പോയത്. അതിന് പരിശുദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. കൂടാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആ കാര്യം മറന്നുപോയി, നിയോഗത്തിൽ വെച്ച കാര്യം ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് പീരിയഡ്സ് ഇടവിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാ മാസവും എനിക്ക് വരുമായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് സ്കാനിങ്ങിലാണ് എനിക്ക് ഓവറിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല. അത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ 3ാമത്തെ കുഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. അതായത് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പോളിസിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ കുഞ്ഞുണ്ടായി 5 വർഷം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ കുഞ്ഞുണ്ടായത്. അപ്പോൾ ഈ സ്ഥലമില്ലാത്തതിന് പേരിൽ ജോസഫച്ചനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചാടി പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു 3ാമതൊരു കുഞ്ഞു വേണം. ആദ്യത്തെ കുഞ്ഞിങ്ങനെ താമസിച്ചാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഒരു ഡിസംബറിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാനെന്നാലും എൻ്റെ ജീവിത പങ്കാളി നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയി രോഗി സന്ദർശനത്തിന് പോവും, ഓൾഡ് ഏജ് ഹോമിൽ പോവും, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് വരുന്നു. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഉടമ്പടി നിർത്തിയാൽ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇത് തീരുമാനിച്ച സമയത്ത് ഞാനൊരു ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് 3-4 കുട്ടികളുണ്ടാകുമ്പോഴായിരിക്കും ദൈവം നിങ്ങളോട് ഉടമ്പടി എടുക്കാൻ പറയുന്നത്. നിങ്ങൾ പറയും, അയ്യോ സമയമില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പം ദൈവത്തിന് എളുപ്പമായി, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമായി. അപ്പോൾ എനിക്ക് തോന്നി അത് എന്നോടാണ്. ഞാൻ ആ ഉടമ്പടി തന്നെ പുതുക്കിക്കൊണ്ട് പോയി. ആ സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുന്നത്. ജീവിത പങ്കാളി ആകെ മൂഡ് ഓഫ് ആയി. ഞാൻ ഉടമ്പടി തന്നെ ഒന്നും ഞാൻ കരഞ്ഞില്ല. ആ സമയത്തൊന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണ ഇദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപി മാത്രം ഞാൻ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി തീരെ രോഗിയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിറകണ്ണുകളോടെയാണ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തത്. അതിനുശേഷം എല്ലാം നോർമലായി. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ 3ാമത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം 2ാമത്തെ മാസം തൊട്ട് കുഞ്ഞിന് ഭയങ്കര ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരുന്നു. മുഖമൊക്കെ വെളുത്ത് ആകെപ്പാട് പ്രശ്നം. കൈത്തണ്ടയിലൊക്കെ വെള്ളം, വിരലുകൊണ്ട് നഖം കൊണ്ടാൽ തന്നെ വെള്ളം വരുമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ മാമോദീസ കഴിഞ്ഞ് ഞങ്ങളിവിടെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ ആ മൈനൊറവിളക്കിൻ്റെ അവിടെ നിന്ന് ഒരു തുള്ളി തൈലെടുത്ത് കുഞ്ഞിൻ്റെ 2 കൈകളിലും പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി നിയോഗം വെച്ചു. അതെല്ലാം മാറി കിട്ടിയപ്പോൾ ഒരു 99% മാറി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ അനിയത്തിക്ക് 2ാമതൊരു കുഞ്ഞിനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് അവളും പങ്കെടുത്തിരുന്നു അഖണ്ഡ ജപമാല റാലിയിൽ. 2024 ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അവൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അവൾക്ക് അത് പോസിറ്റീവായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും വരും. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും, കൂടെ അമ്മേനെയും കൂട്ടും. കുഞ്ഞിനെയും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അമ്മേനെയും കൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങും. കൂടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യണേ, ഡൽഹിക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ എല്ലാം വിതരണം ചെയ്യും. കൂടാതെ ഞാൻ എല്ലാ മാസവും ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും. ഞങ്ങൾക്ക് ഉള്ളത് വെച്ച് ഞാൻ എല്ലാ മാസവും ഞാൻ വിതരണം ചെയ്യും. ഹോസ്പിറ്റലുകളിൽ പോയി ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കും. എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും കാണുവാണെങ്കിൽ, വഴിയരിയിലൊക്കെ ഇരിക്കുന്നവരെ കാണുവാണെങ്കിൽ ഞാൻ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ പൈസ ഞാൻ കൊടുക്കും. പിന്നെ കൂടാതെ ഞാൻ പത്രം വാങ്ങിച്ച് ഞങ്ങൾ വീടുകളിൽ കൂടെ കയറി തന്നെയാണ് കൊടുക്കുന്നത്. പള്ളികളിൽ ഒരിക്കലും വിതരണം ചെയ്തിട്ടില്ല. വീടുകളിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ
പരിശുദ്ധ ഈശോ തന്നിട്ട്, കൂടാതെ സാക്ഷ്യം പറയുന്ന നേർന്നതിൻ്റെ പേരിൽ അതിലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സിസ്റ്ററോട് പറയാൻ വിട്ടുപോയി. ഒരു സാക്ഷ്യം ഞാൻ പറയാമോ? എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ, രണ്ടാമത്തെ മോളുടെ തൊണ്ടയിൽ ഒരു മുള്ളു തറഞ്ഞു പോയി. അപ്പോൾ ഞാനും പിള്ളേരും മാത്രം അമ്മയുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച നമുക്കറിയാം, കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ ആദ്യം ഉപ്പും തേനും കൊടുത്തു, അത് മാറിയില്ല. ഞാൻ പിന്നെ ഒരു പ്രതീക്ഷയാണ്, പ്രാർത്ഥന ചൊല്ലി ഞാൻ ആ കവിളിലും തൊണ്ടയിലൊക്കെ ആയിട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അത് അവളെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം മാറിപ്പോയി. എന്നാൽ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേരത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന അതിൻ്റെ പേരിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും ഉടമ്പടിയിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സിനി ജെയിംസ്. ഞാൻ എറണാകുളം ജില്ല പൂയംകുട്ടി ഇടവങ്കമാണ്. ഞാൻ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സഹോദരി വഴിയാണ് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ മൂത്ത കുട്ടി, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് 2.25 വയസ്സായിരുന്നു. അവൾ അധികം സംസാരിച്ച് തുടങ്ങിയില്ല. പപ്പ അമ്മ എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം നാവിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് ഫലമായി അവൾ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടാമതായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി വെച്ചിരുന്നു. യോഗത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ഒരു തവണ വെച്ചാൽ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞതുപോലെ ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഞാൻ ജവമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ആ മാസം തന്നെ ഞാൻ ക്യാരിങ് ആയി. ഒക്ടോബർ മാസം തന്നെ ക്യാരിങ് ആയി. മാതാവിൻ്റെ മാസത്തിൽ തന്നെ ക്യാരിങ് ആയി. അതിനുശേഷം 16/6/2025 എനിക്കൊരു മോളെ നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യപ്രവർത്തികളും ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 90 ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഈശ്വരൻ മാതാവിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായനയുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. പറ്റുന്ന ഇടദിവസങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:6. ദൈവം നമുക്ക് നൽകിയ ജീവിതവും അനുഗ്രഹങ്ങളും ഏറ്റവും മികച്ചത് സന്തോഷകരവുമാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മനോഹരമായ ഭാഗം നമുക്ക് അവകാശമായി ലഭിക്കുമെന്നുള്ളതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കഷ്ടതയായാലും ദുഃഖമായാലും എവിടെയും ധൈര്യവും ഒരു സന്തോഷവും അവർ കണ്ടെത്തും എന്നതാണ് രാജേഷ് എന്ന മകനും സിനി സിൻഡോ എന്ന മകളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ ആശ്രയവും അവിടുന്ന് നൽകുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങളും യേശുവിലുള്ള നിത്യരക്ഷയുമാണ് അവർ സാക്ഷ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആദ്യം പറഞ്ഞത് രാജേഷിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുടനെ കിഡ്നി ഡിസീസായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് വിശ്വാസത്തോടെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. തിരിച്ചുപോയി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കിഡ്നിയുടെ ഡിസീസ് ഒന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ ആണ് കണ്ടത്. ജോസഫ് അച്ഛന് വലിയ അനുഗ്രഹം ലഭിച്ചതാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അതിൻ്റെ ഒരു പങ്കാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അച്ഛൻ്റെ ജീവിതത്തിലൂടെ നമുക്കും കൈമാറുന്നത്. അതിൽ ഈ അനുഗ്രഹം ഈ മകന് രോഗസൗഖ്യമായി ഈ മകന് ലഭിക്കുവാൻ സാധിച്ചു. പിന്നെ ചെസ്റ്റിലുണ്ടായിരുന്ന ഒരു മുഴ, അത് ഈ മകൻ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ഈശോയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിത്തന്ന് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നമുക്ക് ഈ രോഗസൗഖ്യങ്ങളെല്ലാം ലഭിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ മകളുടെ പ്രശ്നമായിരുന്നു, ബയോലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്.
വിശ്വാസത്തോടെ നമ്മൾ യാചിക്കുന്ന എന്തും, കണ്ണീരോടെ വിലാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും ഈശോയും അമ്മയും നമ്മുടെ തരുന്നതാണ്. അത് നമ്മൾ ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീടുണ്ടായിരുന്ന 10 വർഷം ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഒരു ഭവനം നിർമ്മിക്കുക എന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. ഇവിടെയും സമയചുരുക്കത്തിൻ്റെ അമ്മ 10 വർഷം പറ്റാത്ത കാര്യമാണ്. ഉടമ്പടി എടുത്ത ഉടനടി ഈ മക്കൾക്ക് ഒരു ഭവനം ഉണ്ടാക്കുവാൻ സാധിച്ചത്. അതും ഈ മകൻ പറഞ്ഞ പോലെ ഇത്രയും വർഷം കൺസൾട്ടൻസി വർക്ക് ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ പെട്ടെന്നാണ് വർക്കിൽ പ്രോഗ്രസ്സായി. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചപ്പോഴാണ് ഈ മകന് ഒരു ഭവനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ഒരു ഈശോയാണ് ഇവിടെ, ഒരു ദൈവമുണ്ട് നമുക്കിവിടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ പക്കൽ നിന്ന് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഈ ആലയത്തിലുള്ളത്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ സത്യസന്ധതയോടെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് നയിക്കാം. അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവായി ദൈവം തിരഞ്ഞെടുക്കുമെന്ന് അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അവകാശമാണ്. നമുക്കും ആ അവകാശത്തിൽ പങ്കാളികളാണ്. അമ്മയുടെ ജീവിതത്തിലെ അതിരുകൾ അഥവാ ജീവിത പരിപാടികളെല്ലാം ദൈവഹിതമനുസരിച്ചായിരുന്നു. അതെല്ലാം മനോഹരമായി ദൈവം ക്രമീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അഭികാമ്യമായ ദാനമാണ് നമുക്ക് മളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. അത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ആ ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. പിന്നെ സിൻഡോയുടെ കുടുംബത്തിൽ ഈ മകളുടെ 2 വയസ്സായെങ്കിലും മകൾക്ക് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. ആ മകളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കൊച്ചുമകൾ സംസാരിക്കാൻ സാധിച്ചത്. പിന്നെ ഒരു 2ാമത്തെ കുട്ടിക്ക് വേണ്ടി 5 വർഷം അവർ കാത്തിരുന്നു. കാരണം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പോൾ 1ാമത്തെ കൊച്ചു കഴിഞ്ഞ് 5 വർഷം അവർ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ 2 ചേച്ചിയും അനിയത്തിയും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 വർഷം കഴിഞ്ഞിട്ട് ഈ 2ാമത്തെ കുട്ടി സാൻഡ്ര ഉണ്ടായത്. അതും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം നമുക്ക് മെറിറ്റില്ലാന്ന് തോന്നുമ്പോഴും 5 വർഷം ഇവർ പല രീതിയിലും ശ്രമിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തുവെങ്കിലും അതൊന്നും ഫലിക്കാതായപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ അരികിലെത്തി പറ്റാത്ത സാധ്യങ്ങൾ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അസാധ്യമായെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ മെറിറ്റും പോയി കഴിയുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞു സാൻഡ്ര പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എത്തിയത്. ഈ 2 കുടുംബത്തിനും, രാജേഷിൻ്റെ കുടുംബത്തിനും സിൻഡോയുടെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച്